ആഹാ, ഇന്നത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ. ഇന്ന് നീന്താൻ പ്രത്യേക സുഖമാണ്. അങ്ങനെ ഇന്നത്തെ കുളി അതോടെ കഴിഞ്ഞു. ഇതാരെയൊക്കെ വിളിക്കുന്നേ? ഹലോ. ഇത് ഞാനാണ് ബ്ലാക്ക് സ്പൈഡർമാൻ. അയ്യോ, ബ്ലാക്ക് സ്പൈഡർമാനോ? എന്തേ എന്നെ അറിയില്ലേ? അറിയാം ബ്ലാക്ക് സ്പൈഡർമാൻ. എന്താണ് ഇപ്പൊ വിളിച്ചത്? പിന്നുണ്ടല്ലോ, ഞാനൊരു മെസ്സേജ് തരാൻ വേണ്ടി വിളിച്ചതാണ്. മെസ്സേജോ? എന്ത് മെസ്സേജ്? അതെ, അവിടെ റെഡ് സ്പൈഡർമാൻ ഉണ്ടോ? ഇല്ല, റെഡ് സ്പൈഡർമാൻ ഇവിടെ ഇല്ല. ഞാൻ അവനായിട്ടൊരു യുദ്ധം നടത്താൻ ആഗ്രഹിക്കുന്നു. യുദ്ധോ? റെഡ് സ്പൈഡർമാൻ ഇന്ന് പോവാണല്ലോ നാട്ടിലേക്ക്. അതെയോ? അപ്പോൾ ഞാൻ അവിടത്തേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. അയ്യോ, വെച്ചോ? അയ്യോ, റെഡ് സ്പൈഡർമാൻ വേഴ്സസ് ബ്ലാക്ക് സ്പൈഡർമാനോ? അയ്യോ, ഇത് വലിയ യുദ്ധമാവല്ലോ. എന്ത് ചെയ്യും നമ്മള്? അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളെ സിറ്റിയിലെ ഏറ്റവും വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ് ഗൈസ്. റെഡ് സ്പൈഡർമാൻ വേഴ്സസ് ബ്ലാക്ക് സ്പൈഡർമാൻ. അപ്പോൾ അത് വലിയൊരു യുദ്ധമായിരിക്കും കേട്ടോ. അത് തടയണമെന്ന് വെച്ചെങ്കിൽ വേണ്ട ഗൈസ്. കാരണം ബ്ലാക്ക് സ്പൈഡർമാന് ആളൊരു ദുഷ്ടനാണ്. അപ്പോൾ റെഡ് സ്പൈഡർമാന് ബ്ലാക്ക് സ്പൈഡർമാനെ തോപ്പിക്കണം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് തടയാൻ പോകുന്നില്ല. നമുക്കെന്തായാലും യുദ്ധം നേരിട്ട് തന്നെ നോക്കാം ഗൈസ്. ഓക്കെ. അന്ന് ഞാൻ വെനമിനെ വിട്ടപ്പോൾ വെനം തോറ്റിട്ട് വന്നു. പക്ഷെ ഇന്ന് ഞാൻ സ്പൈഡർമാനെ വെറുതെ വിടിയില്ല. അവൻ ഇന്ന് പോവാണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഇന്നത്തോടെ റെഡ് സ്പൈഡർമാൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അതിനുശേഷം ഈ നാട് ഞാൻ ഭരിക്കും. റെഡ് സ്പൈഡർമാനെ എന്തായാലും ഇപ്പോൾ പാർക്കിൽ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് നമുക്കിപ്പോൾ പാർക്കിലാണ് പോവേണ്ടത്. അതാ പാർക്കിലേക്ക് എത്തിയിട്ടുമുണ്ട്. അതേ സ്പൈഡർമാൻ. എടാ നീയോ? ഞാൻ എന്നെ. എടാ കള്ള ശത്രു. നിനക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ തന്നെ തല്ലൂടല്ലേ? എന്താണ് നീ പറയാൻ വന്ന കാര്യം? പറ. പിന്നുണ്ടല്ലോ, ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരം ഞാനും നീ തമ്മിലുള്ള ഏറ്റവും വലിയ യുദ്ധമുണ്ടാവും. അങ്ങനെയാണല്ലേ? ഞാനിന്ന് പോവാനൊരുങ്ങിയതായിരുന്നു. പക്ഷേ ഇത് കേട്ടതോടെ ഞാൻ ഫുൾ ചാർജായി. എന്തായാലും നമുക്ക് വൈകുന്നേരം കാണാം. ശരി, വൈകുന്നേരം കണ്ടിരിക്കണം. ഓക്കെ മോനെ. അങ്ങനെ സ്പൈഡർമാന് ഒരു വെല്ലുവിളിയും കൊടുത്ത് വന്നിട്ടുണ്ട് ഞാൻ. എന്നെ അവനെ ആര് രക്ഷിക്കും? അവനെ അത്രക്കായോ എന്നെ ചാലഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്? ഞാൻ എന്തായാലും ഇന്ന് പോകുന്നില്ല. എന്തായാലും ഈ കാര്യം ഞാൻ ജാക്കിനോട് പറയട്ടെ. അതെ ജാക്കേ. സ്പൈഡർമാൻ എന്താണ് ഇവിടെ? അപ്പം എന്തായാലും ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് ക്യാൻസലാക്കി. അതെയോ? കാരണം എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? സ്പൈഡർമാനെ ബ്ലാക്ക് സ്പൈഡർമാന് ചലഞ്ച് ചെയ്തിരിക്കല്ലേ? അതെങ്ങനെ എനിക്ക് മനസ്സിലായി? അതെന്നോട് ആദ്യമേ ഫോൺ വിളിച്ച് പറഞ്ഞു. അതെയോ? അപ്പം അങ്ങനെയാണല്ലേ കഥ? അതെ. എടാ, ഇത് ബ്ലാക്ക് സ്പൈഡർമാൻ ആണ്. എന്തെങ്കിലും ചതി എന്നെ ചെയ്യാണ്ടിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അവനൊന്ന് പെട്ടെന്ന് പോയി നിരീക്ഷിച്ചിട്ട് വരട്ടെ. ഓക്കെ സ്പൈഡർമാൻ, എന്തായാലും അവനെ തോപ്പിക്കണം കേട്ടോ. ഓക്കേടാ. ജാക്ക് തന്ന വെബ് ഷൂട്ടർ എന്തായാലും ഉപകാരപ്പെട്ടു. എന്തായാലും ഞാൻ ബ്ലാക്ക് സ്പൈഡർമാനെ ഒന്ന് നിരീക്ഷിക്കട്ടെ. അവൻ എന്തെങ്കിലും ചതി ഇതിൽ ചെയ്യാണ്ടിരിക്കില്ല. 100% ഉറപ്പാണ്. ഞാൻ നേരായ വഴിയിൽ റെഡ് സ്പൈഡർമാനെ തോപ്പിക്കുന്ന എന്തായാലും അങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇതിൽ അവനെ ചതിച്ചിരിക്കും. എന്തായാലും ഇതിനായിട്ട് എനിക്കൊരാളെ സഹായം കൂടി തരണം ഗൈസ്. ഞാൻ എൻ്റെ ദുഷ്ടനായ സയന്റിസ്റ്റ് ഡാർക്കിനെ ഒന്ന് വിളിച്ചോക്കട്ടെ. ഹലോ ഡാർക്കേ. എന്താടാ? അതെ, പിന്നുണ്ടല്ലോ, ഇന്ന് ഞാനും റെഡ് സ്പൈഡർമാനും തമ്മിൽ ഏറ്റവും വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. അതെയോ? അതിനായിട്ട് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? പിന്നല്ലാണ്ട് എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താണെന്ന് പറഞ്ഞോ. അതെ, എന്നെ പോലെ തന്നെ കുറെ ബ്ലാക്ക് സ്പൈഡർമാനെ ഉണ്ടാക്കി തരാൻ പറ്റുമോ? അതിനെന്താ, നിലാവിലോട്ടേക്ക് വാ, ഞാൻ അവിടെ നിന്ന് എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ ഡാർക്കേ, ഞാൻ എന്താ വരുന്നു. ഇനി ആര് റെഡ് സ്പൈഡർമാനെ രക്ഷിക്കാനുണ്ട്? അതെ, എന്നെ പോലെ തന്നെ കുറെ ബ്ലാക്ക് സ്പൈഡർമാനെ ഉണ്ടാക്കി തരാൻ പറ്റുമോ? ബ്ലാക്ക് സ്പൈഡർമാന്റെ പ്ലാൻ ഇതായിരുന്നു അല്ലേ? എടാ കള്ള, നീ എന്നെ ചതിക്കാൻ നോക്കുകയാണല്ലേ? ഞാൻ വിട്ടുകൊടുക്കുക ഗൈസ്. ഇത് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇവനെ ചതിക്കുമെന്ന്. അവനിക്ക് മാത്രമാണോ സയന്റിസ്റ്റ്? എനിക്കും ഉണ്ടടാ സയന്റിസ്റ്റ്. അവന് സയന്റിസ്റ്റ് ഡാർക്കിനോടാണ് കേട്ടോ ഇത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മളെ നല്ലവനായ സയന്റിസ്റ്റിനോട് തന്നെ ചോദിക്കാം ഗൈസ്. അവന് സയന്റിസ്റ്റ് ഡാർക്കിനോട് അവനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആക്കുന്ന മെഷീനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മക്കും അതേ സാധനം നമ്മളുടെ സയന്റിസ്റ്റിനോടും ചോദിക്കാം ഗൈസ്. ഓക്കെ, ഞാൻ അങ്ങനെ സയന്റിസ്റ്റിന്റെ കൂടാരത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അതെ സയന്റിസ്റ്റ് ആരാണെങ്കിലും മുകളിലോട്ടേക്ക് വരിക. മുകളിലോട്ടേക്കോ? ഇതെന്താണ് മുകളിലോട്ടേക്ക് വിളിക്കുന്നത്? ഇതാര്? സ്പൈഡർമാനോ? അതെ സയന്റിസ്റ്റ്, ഞാന് വലിയൊരു കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. കുരുക്കോ? അതെ സയന്റിസ്റ്റ്, എനിക്കൊരു സഹായം വേണം. സഹായോ?
സ്പൈഡർമാനെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ ഇപ്പം തന്നെ തരാം. ഓക്കെ, താങ്ക് യു സയൻറ്റിസ്റ്റ്. ഇന്ന് വൈകുന്നേരം ഞാനും റെഡ് സ്പൈഡർമാനും തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പോൾ സയൻറ്റിസ്റ്റ് എനിക്ക് എൻ്റെ തന്നെ കുറച്ചധികം ഡ്യൂപ്ലിക്കേറ്റ്സ്, അതും എന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും വഴി ഒപ്പിച്ചേരണം സയൻറ്റിസ്റ്റ്. അതിനെന്താ, ഞാൻ നിന്നെ പോലെ തന്നെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സിനെ, അതും നിന്നേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. താങ്ക് യു സയൻറ്റിസ്റ്റ്. ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കേടാ. അതെ സ്പൈഡർമാനെ. എന്താ സയൻറ്റിസ്റ്റ്, എല്ലാം റെഡിയായോ? അതെ സ്പൈഡർമാനെ, ഇതാണ് എൻ്റെ വീട്ടിലെ കാർ ഷെഡ്. ഓക്കെ, ഇത് കാർ ഷെഡാണ്. അതിന് അപ്പോ ഇതിന് ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവം? നീ ഇതിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേ. ഓക്കെ സയൻറ്റിസ്റ്റ്. ഓ സയൻറ്റിസ്റ്റ്. ഓക്കെ അല്ലേടാ നീ? ഓക്കെ ആണ്, പക്ഷേ ഇപ്പൊ എന്താ സംഭവിച്ചേ? നീ ഒന്ന് പിന്നിലോട്ടൊക്കെ നോക്കി നോക്കിയേ. പിന്നിലോട്ടോ? എന്താണ്? അയ്യോ, ഇതെന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അതെ, നിന്നെ പോലെ തന്നെയുള്ള നിന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓ ഹലോ സ്പൈഡർമാൻ, ഇവരൊന്നും മിണ്ടുന്നില്ലല്ലോ. അവർക്ക് മിണ്ടാനൊന്നും പറ്റില്ല, പക്ഷേ അവർ നിന്നേക്കാളും സ്ട്രോങ് ആയിരിക്കും. അതെയോ? ഇത് പൊളിയാണ് കേട്ടോ സയൻറ്റിസ്റ്റേ. ഓക്കേടാ, എന്തായാലും ഇതേപോലുള്ള 1000 ഡ്യൂപ്ലിക്കേറ്റ്സിനെ വേണമെങ്കിലും എനിക്കുണ്ടാക്കാം. എന്തായാലും ഈ ഡ്യൂപ്ലിക്കേറ്റിനെ ഇവിടെ നിർത്തിയിട്ട് നീ പോയിക്കോളൂട്ടോ. ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് വൈകുന്നേരം നിന്റെ യുദ്ധ സമയത്ത് സ്പൗൺ ആക്കി തരാം. ഓക്കെ, താങ്ക് യു സയൻറ്റിസ്റ്റേ. അപ്പൊ ഞാൻ പോട്ടെ. ഓക്കേടാ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ സയൻറ്റിസ്റ്റിനോട് സഹായം ചോദിച്ച് എന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. സയൻറ്റിസ്റ്റ് കൃത്യസമയത്ത് എൻ്റെ യുദ്ധക്കളത്തിൽ സ്പൗണാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ അങ്ങനെ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തി. ഹലോ സയന്റിസ്റ്റ് ഡാർക്കേ. എന്താടാ, നീ എത്തിയോ? ഞാനേ നിനക്ക് വേണ്ട എല്ലാ സാധനവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെയോ? എൻ്റെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് അപ്പോൾ ഉണ്ടായിക്കോളൂ. ഓക്കെ. അപ്പോൾ താങ്ക് യു കേട്ടോ. ഓക്കെടാ, നീ റെഡ് സ്പൈഡർമാനെ തോപ്പിക്കോട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. ശരി, അങ്ങനെ എല്ലാം റെഡിയായി. ഇനി അവനെ ഇവിടുന്ന് ഓടിക്കണം ഗൈസ്. ബ്ലാക്ക് സ്പൈഡർമാനെ. എന്താടാ റെഡ് സ്പൈഡർമാനെ, നീ റെഡിയാണോ? അല്ലാണ്ട് പിന്നെ ഞാൻ ഫുൾ റെഡിയാണ്. നീ തോൽക്കാൻ റെഡിയല്ലേ റെഡ് സ്പൈഡർമാൻ? ആടാ, നമുക്ക് ഫൈറ്റ് കൊടുക്കാം. ഓക്കേടാ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെയ്തോട്ടെ കേട്ടോ. ബ്ലാക്ക് സ്പൈഡർമാൻ ക്ലൗൺ മോഡ്. ബൂം. ക്ലൗൺസോ? അയ്യോ, ഓടിക്കോ. ഇവന്റെ ക്ലൗൺസിനെ പെട്ടെന്ന് തന്നെ ഓണാക്കിയല്ലോ. ഞാൻ വെറുതെ വിടുവോ? നിക്ക് സ്പൈഡർമാൻ. എന്താടാ? ഒരു മിനിറ്റ്. റെഡ് സ്പൈഡർമാൻ ക്ലൗൺ. 2 പേര് മാത്രമേ ഉള്ളൂ അല്ലോടോ? അതെടാ, ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവർ എന്നെക്കാളും സ്ട്രോങ് ആടാ. നീ തീർന്നടാ. ഒരാള് തീർന്നു. ചേടാ, നിങ്ങൾ എന്റെ സ്പൈഡർമാനെ തീർത്തല്ലേ? ഇനി നീ മാത്രം. ഇല്ലടാ, നീ എന്നെ അറ്റാക്കില്ല. അയ്യോ, സ്പൈഡർമാൻ എന്നെ നശിപ്പിക്കുന്നേ. അവനെ ഞാൻ പിന്നെ നോക്കിക്കോളാം. അങ്ങനെ അത് കഴിഞ്ഞ്. ഇതെങ്ങനെയാ ഓട്ടോമാറ്റിക് പോയോ? ചേടാ, അവന് സൂപ്പർ ആയിരുന്നു കേട്ടോ. എന്തായാലും ബ്ലാക്ക് സ്പൈഡർമാനെ പേടിച്ച് ഇവിടുന്ന് ഓടിയല്ലോ. അതെ ജാക്കേ. സ്പൈഡർമാൻ എന്തായി? അവന് പോയടാ. പോയോന്നോ ഇവിടത്തേക്ക്? അവൻ രക്ഷപ്പെട്ടടാ. എന്തായാലും അവനെ നീ തോപ്പിച്ചല്ലോ. എന്തായാലും ഇപ്പം ഹാപ്പിയാണ് കേട്ടോ ഇവിടെ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. സ്പൈഡർമാൻ ടാറ്റാ, ബൈ.